ആ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് സർവ്വസാധാരണമായിട്ട് ആരും ഇത് അങ്ങനെ പറയാറില്ല, എങ്കിലും ഞാനത് നിങ്ങളോട് സംസാരിക്കാം. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ 2 പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. വേറെ ആരുമല്ല, ഹൈന്ദവമത വിശ്വാസം മൊത്തം അവരുടെ കുത്തകയായിട്ട് അവർ കരുതപ്പെടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കേരളത്തിലെ ഒരു പോസ്റ്റും അതിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ നടക്കുന്ന അവരുടെ മറ്റ് പ്രവർത്തനങ്ങളും, അതായത് ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പം എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഇത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു ചെറിയൊരു പോസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടതായിട്ട് ഞാൻ കരുതുന്നു. അപ്പം നമ്മൾ ഈ കേരളത്തിലെ ഇലക്ഷനെ സംബന്ധിച്ച് ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയാണ്. അതിന് കൂടുതൽ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ പെന്തക്കോസ്ത് വിശ്വാസികളെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന സകല പെന്തക്കോസ്ത് വിശ്വാസികൾക്കും ഇതിൻ്റെ ആരംഭഘട്ടം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. പെന്തക്കോസ്തിലുപരി ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസത്തെ ഈ രാഷ്ട്രീയ പാർട്ടി ഏത് രീതിയിലാണ് കേരളത്തിൽ കാണുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ഈ രാഷ്ട്രീയ പാർട്ടി ഏത് രീതിയിലാണ് ഈ മതവിശ്വാസത്തെ അവർ കാണുന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളതും കൂടെ കണ്ടിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ശ്രമിക്കുക.
അപ്പം ഞാൻ കാണിച്ച ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലെ ഒരു ഞായറാഴ്ച ഒരു പെന്തക്കോസ്ത് ദേവാലയത്തിൽ നടന്ന സംഘപരിവാർ ശക്തികളുടെ ഒരു അഴിഞ്ഞാട്ടവും ഒക്കെയാണ്. അപ്പം ഈ ഇന്ത്യയിൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി ഏത് നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള പൊതുജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഈ കാണിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടി ഈ ഇരട്ടത്താപ്പെന്ന് പറയുന്നത്, അതായത് അപ്പുറം ഇപ്പുറയും രണ്ട് വള്ളത്തെ കാലി ഓട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. ഇവരുടെ നിലപാടുകൾ കൃത്യമായിട്ട് നമ്മളോട് പറയാതെ നമുക്കിവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇവർ ഇന്ത്യയിൽ ഏത് നിലപാടിലാണ് ഇവർ ഹൈന്ദവരെ ആയാലും ക്രൈസ്തവ മതവിശ്വാസികളെയും ഇസ്ലാം മതവിശ്വാസികളെയും ഇവർ ഏത് രീതിയിലാണ്. എനിക്ക് ഒരു മതവിശ്വാസത്തെയും ഞാൻ വെറുക്കാനോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനോ ഒന്നും നമ്മൾ തയ്യാറാകുന്ന അല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം പോലെ തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസങ്ങളും. മുസൽമാൻ്റെ വിശ്വാസം അവനവൻ്റേതായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളാണ്. എനിക്ക് പറയാം, ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് അത് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അതേപോലെ തന്നെ മുസ്ലിം വിശ്വാസികൾ അവരുടേതായ വിശ്വാസത്തിൽ അവരവരുടെ ഹൃദയത്തെ അവരുടെ വിശ്വാസം ചേർത്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഹൈന്ദവ മതവിശ്വാസവും. അതേപോലെ തന്നെയാണ് ജൈനമതമായാലും ബുദ്ധമതമായാലും അവനവൻ്റേതായ വ്യക്തിപരമായ വിശ്വാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാതെ ഈ സ്വരച്ചേർച്ചയുള്ള ഒരു ജനസമൂഹമായിട്ടാണ് കുറച്ചു കാലം നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കുവാൻ കാരണം ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിൻവാതിൽ പ്രവർത്തകർ നയിക്കുന്നത്. കാരണം ഏത് രീതിയിൽ കലാപം ഉണ്ടാക്കാം, ഏത് രീതിയിൽ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാം എന്ന് ഗഗനമായ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നു. അപ്പോൾ ആ പരീക്ഷണങ്ങൾ ഇപ്പം ക്രൈസ്തവരെയും മുസൽമാനെയും അവർ കൈകാര്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവിടെ പിന്നെ നമ്മുടെ അതിൻ്റെ പറയുന്നത് മതപരിവർത്തനം നടത്തി അവരെ മറ്റ് ആൾക്കാരെ ഈ ദലിതരെയൊക്കെ മതപരിവർത്തനം നടത്തി അവർ ക്രൈസ്തവ മത വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്നാൽ ഈ ദലിതരുടെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല ഇവരെ. കാരണം ഈ ദലിതനെയാണ് ഇവർ 12 അടിയും 100 അടിയും 120 അടിയും ഒക്കെ അകലത്തിൽ നിർത്തി ചികിത്സിച്ചതും അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈ പ്രസ്ഥാനത്തിന്. അപ്പം ദലിതനെ ആർക്കും വേണ്ടാതെ കിടന്ന സമയത്താണ് ക്രൈസ്തവ മതം ഇവിടെ ഈ രാജ്യത്ത് വരികയും ഇവിടുത്തെ ദലിതരെയൊക്കെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ഈ പ്രസ്ഥാനം. അപ്പോൾ ഇപ്പോൾ അന്നും അവർക്ക് ദലിതന് പീഡനം, ഇന്നും ദലിതർക്ക് പീഡനമായിട്ടാണ് ഈ ഹൈന്ദവ മത വിശ്വാസികൾ അവരെ പീഡിപ്പിക്കുന്നത്. ഏത് വിധേയനായാലും ഞാൻ ഇതിനു മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ദലിതനും ഹൈന്ദവനും എല്ലാം ഏത് മതത്തിൽ ചെന്ന് ഇട്ടാലും അവൻ എന്നും ദലിതനാണ്. അത് ഞാൻ വേറൊരു ജാതിപ്പേരിലാണ് ഇട്ടത് എങ്കിലും ഏത് ഇന്ത്യയുടെ ഏത് സംസ്ഥാനങ്ങളിൽ ചെന്നെന്ന് പറഞ്ഞാലും ദലിതൻ എന്നും ദലിതൻ തന്നെയാണ്. കാരണം അവൻ ഹൈന്ദവ മതം സ്വീകരിച്ചാലും ബുദ്ധമതം സ്വീകരിച്ചാലും ക്രൈസ്തവ മതം സ്വീകരിച്ചാലും ഇസ്ലാം മതം സ്വീകരിച്ചാലും അവൻ ദലിതൻ തന്നെയായിട്ടാണ് എല്ലാ നാട്ടിലും ആൾക്കാർ കാണുന്നത്. അപ്പം അവിടെയും പീഡനം അന്ന് നടന്നതും ദലിതന് നേരെയാണ്, ഇന്ന് നടക്കുന്നതും ദലിതന് നേരെയാണ്. അപ്പം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ദലിത് പെന്തക്കോസ്ത് വിശ്വാസികളോടാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. കാരണം മറ്റുള്ളവനൊക്കെ എങ്ങനെയുമൊക്കെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഈ ദലിത് സമൂഹത്തിൽ കിടക്കുന്നിടത്തോളം കാലം രക്ഷപ്പെടാൻ ശകലം ബുദ്ധിമുട്ട് വരും. അപ്പം നാം ഏത് രാഷ്ട്രീയ പാർട്ടികളെ ഉൾക്കൊള്ളണമെന്ന് നാം തന്നെ സ്വയം സ്വീകരിക്കണം. നമുക്ക് പീഡനം തരുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ നമുക്ക് ആവശ്യം, അതോ നമ്മളോട് ചേർത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ നമുക്ക് ആവശ്യമെന്ന്. ഇപ്പം ഈ സംവരണ സീറ്റുകളിൽ മാത്രം നമുക്ക് സീറ്റ് തരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. അതിനകത്ത്
എല്ലാ രാഷ്ട്രീയ മേഖലയിലും നോക്കിയാൽ ഏത് രാഷ്ട്രീയ മേഖലയിൽ നോക്കിയാലും കടിഞ്ഞാണ് ആരുടെ കയ്യിലാണെന്ന് നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും തലപ്പത്തിരിക്കുന്നവന് എപ്പോഴും പൂണൂലുധാരികളോ അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചാതുർവർണ്ണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരോ അല്ലാതെ ഒരുത്തൻ പോലും ഈ രാജ്യത്ത് ഇന്ത്യ ഭരിക്കാൻ ഉണ്ടാകുന്നില്ല. ഇന്ത്യ അങ്ങനെ ഉള്ളവരെ അവർ തീർത്തും അവർ തകർത്ത് കളഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. ഞാനിത് പറയാൻ കാരണം, ഈ കേരളത്തിൽ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഇവിടുത്തെ പുതിയ BJP നേതാക്കന്മാർക്ക് അഭിനന്ദനങ്ങൾ നമുക്ക് നൽകാം. IPCയുടെ 102ാമത്തെ കൺവെൻഷൻ അവർ പിന്നെ ഒരു പോസ്റ്റെങ്കിലും ഇട്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് പോലും അവരൊരു മുഴ മുമ്പേ എറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പിന്നെ ഇതേ പാർട്ടിയാണ് ഞാൻ ആ രണ്ടാമത് ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ അടിയിൽ, അത് ഡൽഹിയിൽ നടന്ന ഒരു സംഭവം, ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ജനതയാണ് അതേ പെന്തക്കോസ്തിൽ വിശ്വസിക്കുന്ന മറ്റ് ആൾക്കാരെ അവർ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതെന്നും കൂടി നിങ്ങളും മനസ്സിലാക്കണം. അതിനുശേഷം ഇപ്പം ഞാൻ വേറൊരു ചെറിയൊരു വീഡിയോ ഇടാം. അത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒരു സ്കൂളിൽ നടന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടി ഇവർ ഈ സമൂഹം ഏത് രീതിയിലാണ് ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ ഇപ്പം ആർക്കും പറയാമെന്നുള്ളതല്ലാതെ ആർക്കും നിയന്ത്രിക്കാനോ ഒന്നും കഴിവില്ല. ഇപ്പം പുതിയൊരു വാർത്ത കേട്ടു, അയോധ്യ ഇരിക്കുന്ന ആ ജില്ലയിലെ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്നതിന് 15 കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് നിരോധിച്ചിരിക്കുന്നു. എന്തൊരു ഈ രാജ്യത്തെ ഒരു പോക്കെ! അവർ ഏത് രീതിയിലാണ് ഈ രാജ്യത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ഇതേപോലുള്ള നാറിയ ഭരണങ്ങൾ കാഴ്ചവെക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയാണോ നമുക്ക് ആവശ്യമെന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചിന്തിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ആ വീഡിയോയുടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു മുന്നറിയിപ്പും കൂടെ തരികയാണ്. നിങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ എന്നോട് സപ്പോർട്ട് ചെയ്യുക, അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീണ്ടും ഒരു ദിവസം കൂടെ, ശുഭദിനം കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ പ്രമേയമാക്കി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകത്തിനെതിരെ പരാതിയുമായി ഹിന്ദുത്വ സംഘടന. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ വസായ് ഈസ്റ്റ് ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകത്തിനെതിരെയാണ് ഹിന്ദു ജനജാഗ്രതാ സമിതി വസായ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. അന്ധരെയും മുടന്തരെയും സ്പർശനത്തിലൂടെ സുഖപ്പെടുത്തുന്ന യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളായിരുന്നു നാടകത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഇത്തരം സ്കിറ്റിലൂടെ ബ്ലാക്ക് മാജിക് ഉൾപ്പെടെ പ്രചരിപ്പിച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഹിന്ദുത്വ സംഘടന പരാതിയുമായി രംഗത്തെത്തിയത്. അന്ധവിശ്വാസങ്ങളും വ്യാജ അത്ഭുത പ്രവൃത്തികളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ മനസ്സിൽ മതപരിവർത്തന ചിന്തയുണ്ടാക്കുമെന്നും പരാതിയിൽ ആരോപിക്കുന്നു. മഹാരാഷ്ട്ര ബ്ലാക്ക് മാജിക് ആക്ട് പ്രകാരം സ്കൂളിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. എന്നാൽ വിഷയത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും വന്നിട്ടില്ല.